പോലീസ് വ്യാപകമായി സമരത്തിന് നേരെ പ്രകോപനം സൃഷ്ടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രകോപനമില്ലാതെ ജലപീരങ്കി പ്രയോഗിക്കുക, ബലം പ്രയോഗിക്കുക, പരമാവധി പ്രകോപനം ഉണ്ടാക്കി ഈ സമരത്തെ മറ്റൊരു രീതിയിലേക്ക് വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ്, ഈ സമരം അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് നാട് ഭരിക്കുന്ന സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഈ സമരം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. തിങ്കളാഴ്ച അസംബ്ലി തുടങ്ങുകയാണ്. 8-ാം തീയതി UDYFിൻ്റെ നേതൃത്വത്തിൽ UDFിലെ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള നിയമസഭാ മാർച്ചിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തെരുവുകളിൽ അതിശക്തമായ സമരം ഉണ്ടാവും. തീർച്ചയായിട്ടും ആ PR ഏജൻസിക്കെതിരായി, അതുപോലെ തന്നെ ഇത് പ്രസിദ്ധീകരിച്ച ഹിന്ദുവിനെതിരായി ഞങ്ങളൊരു പരാതി, യൂത്ത് ലീഗ് ഒരു പരാതി കൊടുത്തിട്ട് ഇന്ന് വരെ ഒരു നടപടി പോലും കേരളത്തിലെ മുഖ്യമന്ത്രി എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുഖ്യമന്ത്രിയുടെ അറിവോടെ, സമ്മതത്തോടെ, മനഃപൂർവ്വം മലപ്പുറം ജില്ലയെ അവഹേളിക്കാൻ വേണ്ടി രാജ്യവ്യാപകമായി മലപ്പുറം ജില്ലയ്ക്കെതിരായി സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾക്ക് ശക്തി പകരാൻ വേണ്ടി പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് അദ്ദേഹം ഒന്നുകിൽ നിയമ നടപടി സ്വീകരിക്കുക, അല്ലെങ്കിൽ പരസ്യമായി മലപ്പുറം ജില്ലയിലെ ജനങ്ങളോട്, കേരളത്തോട് അദ്ദേഹം മാപ്പ് പറയുക. ഇതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. തീർച്ചയായിട്ടും അതിശക്തമായ പ്രതിഷേധം തുടരും.